പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ അഭിലാഷ് ബാലകൃഷ്ണൻ, ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇതുവരെയുള്ള ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഞാൻ സംസാരിക്കുന്ന വീഡിയോ കൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയുണ്ടായി. വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാരുമാണ് ബന്ധപ്പെടുന്നത്. ഞാൻ എല്ലാ പേരെയും പൂർണ്ണമായിട്ടിരുന്ന് കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ അവരുടെ ഗ്രഹനില വെച്ചിട്ട് കൃത്യമായിട്ട് അതൊരു പഠനം നടത്തി അവർക്ക് ഏത് സ്റ്റോണാണ് ധരിക്കേണ്ടതെന്നൊക്കെ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിന് ഓരോ കസ്റ്റമറും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ പേർക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്റ്റോൺസ് മേടിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ വാങ്ങിക്കുന്നവരായാലും ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളടുത്തൊരു എൻക്വയറി ചോദിക്കുന്നവർക്കും ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പാലക്കാട് നിന്ന് ഒരു കോള് വന്നു. 55 വയസ്സായ എൻ്റെ അമ്മയുടേതായിട്ടുള്ള പ്രായം, എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 60 വയസ്സാണ്. അപ്പോൾ 55 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ വിഷമസന്ധിയിൽ ജീവിക്കുന്ന, വാടക വീട്ടിൽ താമസിക്കുന്ന, ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരാളാണ്, ഒരു അമ്മയാണ്. ഞാൻ അമ്മ എന്ന് അവരെ വിളിച്ചത്. അപ്പോൾ അവർക്ക് സ്റ്റോണുകൾ ധരിക്കുന്നതിനെ കുറിച്ചിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ധരിക്കാനുള്ളൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ധരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തീരുമോ എന്നുള്ള ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തും ഭാരവും അയച്ചു ഞാൻ നോക്കി. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്കിപ്പോൾ ധരിക്കേണ്ടത് 55 വയസ്സാണ്, ഡയമണ്ടാണ് ധരിക്കേണ്ടത്. അപ്പോൾ ഈ ഡയമണ്ട് ധരിക്കുമ്പോൾ അവർക്ക് ഇനിയുള്ള 55 വയസ്സ് മുതൽ ഏകദേശം ഒരു 70 വയസ്സ് വരെ നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്കുള്ള സമയമാണ്. അതാണ് നിമിത്തത്തിൽ ഇത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ആ നിമിത്തം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഡയമണ്ട് ധരിക്കണമെങ്കിൽ ഒരു നിമിത്തം വേണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അവർക്കിനി ശുക്രൻ്റെ ഏറ്റവും അനുകൂലതയുള്ള ടൈമാണ്. ആ സമയത്ത് യാദൃശ്യവശാൽ നമ്മുടെ വീഡിയോ കാണാനും ആ സമയം 55 വയസ്സ് കഴിഞ്ഞ് ശുക്രൻ ആ ഒരു അനുകൂലതയിൽ പ്രവേശിക്കുന്ന സമയത്തേക്ക് അവർക്കതിൽ വരാൻ പറ്റും. 2 പെൺകുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ ഭാരത്തിനനുസരിച്ച് ഡയമണ്ട് എത്ര ക്യാരറ്റ്, അവർക്കൊരു 1/2 ക്യാരറ്റ് മുതൽ 1 ക്യാരറ്റിനകത്തുള്ളത് ധരിക്കാമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ശുദ്ധിയോടുകൂടി അത് സൂക്ഷിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം അതിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ഒരു രത്നം ധരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നത്. ഒരു വ്യക്തി ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫാൻസി ആയിട്ട് നമ്മൾ ധരിക്കുന്നതല്ല രത്നങ്ങൾ. അപ്പോൾ ആ രത്നം ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലുണ്ടാവുന്ന നെഗറ്റീവ്സിനെ എല്ലാം മാറ്റി അയാളൊരു പോസിറ്റീവിലേക്ക് വിടാനും അയാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കാനുമൊക്കെ വിവിധ രത്നങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ധരിക്കേണ്ട രീതിയിൽ ധരിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുന്നത്. മിക്ക ആൾക്കാരും ഒരു 1 ക്യാരറ്റ് 2 ക്യാരറ്റ് 3 ക്യാരറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നറിയില്ല. പക്ഷേ അത് ധരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഗുണവും ഇല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവർ നമ്മളെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പം ഞാൻ പറയും, നമ്മുടെ വിശ്വാസമാണല്ല. പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ജുവലറി ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു. ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് ബ്ലൂ സഫയർ, ഇന്ദ്രനീലം കിടപ്പുണ്ട്. ഒരു 3 ക്യാരറ്റ് വരും. ഒരു കാരണവശാലും അയാൾക്ക് ഡയമണ്ട് ധരിക്കാൻ പാടില്ല. പക്ഷേ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ജുവലറി, അവിടുത്തെ ഒരു ജോത്സ്യൻ, അദ്ദേഹം അയാൾക്ക് ഡയമണ്ട് പ്രിഫർ ചെയ്തു. ഈ ഡയമണ്ട് ധരിച്ചപ്പോൾ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ അലട്ടുന്നുണ്ടായിരുന്നു. ബിസിനസ് നമുക്ക് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ബിസിനസ് ചെയ്യാം. രത്നങ്ങളിൽ എനർജിയുണ്ട്. ധരിക്കാൻ പാടില്ലാത്ത രത്നം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ധരിക്കുന്ന ആളിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഊരുകയാണ്. ഊരുമ്പോൾ എന്തുമാത്രം ടൈറ്റ്നെസ്സിലാണ്
ഈ സ്റ്റോൺസ് ധരിച്ചിരിക്കുന്നതെന്നും കൂടി നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം നമുക്കെപ്പോഴും സ്റ്റോൺസ് ധരിക്കുമ്പോൾ റിലാക്സ് ഫിറ്റായിരിക്കണം. കാര്യം നമുക്ക് റിലാക്സ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഇതിലേക്കുള്ള എനർജീസ് നമുക്ക് അത്രയും സ്ട്രോങ്നെസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരത്തുള്ളൂ. ബോധ്യമില്ലാതെ ഗ്രാഹ്യമില്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറുപടികളില്ല. അദ്ദേഹം ധരിക്കേണ്ടത് എമറോൾഡാണ്, മരതകമാണ് അദ്ദേഹം ധരിക്കേണ്ടത്. ആ മനുഷ്യനെ ഡയമണ്ട് ധരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ, സാമ്പത്തിക ചുറ്റുപാടുകൾ ഇതെല്ലാം വളരെ മോശമായിട്ടുള്ള നിലയിലേക്ക് മാറുകയാണ്. ഇത് എൻ്റെ മുമ്പിലേക്ക് വരുന്ന നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡയമണ്ട് ധരിക്കാൻ പാടില്ലാത്ത ഒരാൾക്ക് ഡയമണ്ട് ധരിക്കുമ്പോൾ അതൊരു 1/2 ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു 25 സെൻറ്റൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ഫാൻസി ഓർണമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ ഈ പുറത്തുള്ള അടപ്പ് നമ്മൾ ഈ ഓരോ കല്ല് ധരിക്കുമ്പോഴും, ഇപ്പോൾ എൻ്റെ ഈ കല്ല് ധരിക്കുമ്പോൾ എൻ്റെ കല്ലിൻ്റെ അകത്ത് ഇവിടെ തുറന്നിട്ടാണ് കാണുന്നത് ഈ ഭാഗം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് അടച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. പാവങ്ങൾക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കല്ലുകളെക്കുറിച്ച്, കല്ല് ധരിക്കുന്നവർ, എല്ലാ പേർക്കും കല്ല് ധരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ല. കല്ല് ധരിക്കണം, ഗുണത്തിന് വേണ്ടി ധരിക്കുന്നവർ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രത്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ട്, മഞ്ഞൾ പുഷ്യരാഗം ധരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം അനുകൂലമാണെങ്കിൽ മഞ്ഞ പുഷ്യരാഗം ധരിച്ചേ പറ്റൂ. അത് ധരിക്കണമെങ്കിൽ ഇത്ര ക്യാരറ്റ് നിങ്ങൾ ധരിക്കണം, എന്നാലേ ഗുണം ഉണ്ടാവും. അല്ലാതെ 1 ക്യാരറ്റ് 2 ക്യാരറ്റ് പോയി ധരിച്ചെന്ന് പറഞ്ഞ് ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ആ ഗുണത്തെ നിങ്ങളീ പറയുന്നവർ ധരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോകണം. ഗുണമില്ലെങ്കിലും അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം, എനിക്ക് ഗുണമില്ലല്ലോ. അപ്പോൾ എന്തു പറയും? നമ്മൾ രത്നങ്ങളെ കൃത്യമായിട്ട് പഠിച്ച് രത്നങ്ങൾ ഗുണമുണ്ടാവാൻ വേണ്ടി കൊടുത്തിട്ട് അവർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൽ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സാക്കി നമ്മൾ മാറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിന് സെമി പ്രീഷ്യസിൽ വരുന്ന സ്റ്റോൺസുകൾ കൊടുത്ത് ക്യാരറ്റിന് ലോ ക്വാളിറ്റി റേറ്റിൽ നമുക്ക് സെമി പ്രീഷ്യസ് കൊടുത്തിട്ട് എന്തുമാത്രം ബിസിനസ് നടത്താം. ഞങ്ങളുടേതൊരു ബ്രാൻഡാണ്. എനിക്ക് പാരമ്പര്യമായി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രാൻഡാണ് ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. എൻ്റെ അമ്മയുടെ പേരാണ് ശാന്ത. അമ്മയുടെ കരുതലിനെക്കാട്ടിയും വലുതായിട്ടൊന്നുമില്ല, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ബ്രാൻഡ് ഏറ്റവും നല്ല ഗുണപ്രദമായിട്ടുള്ളത് മാത്രമേ കൊടുക്കാറുള്ളൂ. ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് ബിസിനസ് ഇല്ലെങ്കിലില്ല, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ക്വാളിറ്റിയോടുകൂടി ചെയ്യുള്ളൂ. ആ ക്വാളിറ്റിയാണ് ഞങ്ങളുടെ വിജയം. ആ ക്വാളിറ്റിയിലാണ് ഞങ്ങൾ അടിയുറച്ചുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഓരോ സ്റ്റോൺസിനും ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള മൂല്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴും പറയുന്നത്. ഓരോന്ന് ധരിക്കുന്നതിനെക്കുറിച്ചും ആ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്റ്റോൺസ് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ സ്റ്റോൺസും ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന കാര്യം, ഇത്രയും വലിയ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ധരിക്കാൻ പാടില്ലാത്ത സ്റ്റോൺ ധരിച്ച് അദ്ദേഹത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ടിന് ആര് സമാധാനം പറയും? നമുക്കൊരു ഗ്രാഹ്യം വേണ്ടേ? ഒരാൾ ഒരു ഡയമണ്ട് ധരിക്കാൻ പാടില്ല, അയാൾക്ക് ഡയമണ്ട് കൊടുത്തു, അയാൾക്ക് ഡയമണ്ട് കൊടുത്ത് അയാളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അയാൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ പ്രിയമുള്ളവർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു രത്നങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മൾ ധരിക്കുന്ന ഒരാൾ ആ രത്നങ്ങൾ ധരിക്കുമ്പോൾ ആ രത്നത്തെക്കുറിച്ച് ബോധ്യത്തോട് ഉള്ളവരോട് അഭിപ്രായം തേടി ധരിക്കുക എന്നുള്ളത് നല്ലതായിരിക്കുമെന്ന് എൻ്റെ ചെറിയ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ഞാൻ മുസ്ലിമാണ്, എനിക്ക് യെല്ലോ സഫയർ ധരിക്കാമോ? ഞാൻ ക്രിസ്ത്യനാണ്, എനിക്ക് സ്റ്റോൺ ധരിക്കാമോ? ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ഹിന്ദുവിന് ധരിക്കാമല്ലോ? അപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരുടെ അടുത്ത് പറയുന്നത്, രത്നങ്ങൾക്ക് ജാതിയില്ല, രത്നങ്ങൾക്ക് മതമില്ല, ആർക്ക് വേണോ ധരിക്കാം. ധരിക്കുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് രത്നങ്ങൾ ധരിക്കുന്നത്. അപ്പോൾ അതിന് ഇന്ന കാറ്റഗറീസിൽ വെച്ചുള്ള ചോദ്യങ്ങൾ നമ്മളെ വിളിച്ച് ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. രത്നങ്ങൾ നിങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്കും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങൾക്ക് സമാധാനത്തിനും വേണ്ടിയിട്ട് ധരിക്കുന്ന ഒന്നാണ്.
ആ രത്നങ്ങൾ, അതിൻ്റെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രത്നങ്ങളെ പ്രീഷ്യസും സെമി പ്രീഷ്യസുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ധരിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രീഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ രത്നങ്ങളാണ്, സെമി പ്രീഷ്യസ് എന്ന് പറയുന്ന ഓർണമെൻറ്റ് സെക്ഷനിലേക്ക് മാറ്റുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ധരിക്കുന്നതാണ് രത്നങ്ങൾ. അതിനെ രത്നങ്ങളായി കണ്ട് രത്നങ്ങൾ ധരിക്കേണ്ട രീതിയിൽ ധരിക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഗുണപ്രദം. എനിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.